മുആവിയ റളിയല്ലാഹു സുബി ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയപ്പോൾ മുആവിയ റളിയല്ലാഹുവിനെ ഇബ്ലീസ് വിളിച്ചു. അസീദത്തു ശുഹദയിലുണ്ട്, ഫീ ഖസീദത്ത് ശർഹി ഖസീദത്തുൽ ബുർദയിൽ ഖർബൂത്തി ഇമാമിന്റെ. എണീക്കുക, ഖും യാ മുആവിയ ഖദ് ഖാമത്തിസ് സ്വലാത്ത്. എണീക്കുക. മുആവിയ റളിയല്ലാഹു ഇങ്ങനെ നോക്കിയപ്പോൾ, അല്ലടാ നീ ഇബ്ലീസ് അല്ലേ? അതെ. എന്തെന്നെ വിളിക്കണത്? അത് പണ്ടൊരിക്കൽ നിങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയപ്പോൾ ജമാഅത്ത് മിസ്സായി. അന്നേരം നിങ്ങൾ ഒറ്റയ്ക്ക് സ്കരിച്ചിട്ട് കുറേ കരഞ്ഞു. ആ കരച്ചിലിൻ്റെ കടുപ്പം കൊണ്ട് അള്ളാഹ് നിങ്ങളോട് ഖേദായി. അന്ന് നിങ്ങൾക്ക് ഏടിൽ ആയിരക്കണക്കിന് നിസ്കാരത്തിൻ്റെ കൂലിയാണ് അന്ന് എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ ആറ്റ് ഇന്ന് കരഞ്ഞിട്ട് ആയിരക്കണക്കിന് നിസ്കാരത്തിൻ്റെ കൂലി അങ്ങ് സഹിക്കൂല. 10 ഇരട്ടി പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഇതാണ് മൂപ്പർക്കറിയാം ഓരോരാളെ എങ്ങനെ പറ്റിക്കണമെന്ന് മൂപ്പർക്കറിയാം. ഓരോരാളെ എങ്ങനെ പറ്റിക്കണം അതിൽ നമ്മൾ പെടരുത്. ബിലീസിൻ്റെ ഒരു ട്രിക്കാണ് ഈ സാധനങ്ങളൊക്കെ. ഇതൊന്നും നമ്മൾ പെടരുത്. അല്ലാഹു കാക്കട്ടെ.